ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കോഫി ക്രീം ലോഗാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള 200 ഗ്രാം മാരി ബിസ്ക്കറ്റാണ്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റിനൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ചൂടുവെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഈ കാപ്പിപ്പൊടിയുടെ മിക്സിനെ നമ്മൾ പൊടിച്ചെടുത്ത ബിസ്ക്കറ്റിൽ ചേർത്തിട്ട് മയമുള്ള മാവാക്കി എടുക്കണം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും മിക്സ് ചെയ്യേണ്ടതില്ല. ഇത് നന്നായിട്ട് പാകമായിട്ട് കിട്ടും. ഇപ്പോൾ ഈ മാവിനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങിനായിട്ട് വേണ്ടത് 100 ഗ്രാം വെണ്ണയാണ്. അപ്പോൾ ബട്ടറിനെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര 150 ഗ്രാമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിന് വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ആ ബിസ്ക്കറ്റിൻ്റെ കൂട്ടിനെ ഒരു ഫോയിൽ പേപ്പറിലിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ പരത്തുമ്പോൾ 1/4 ഇഞ്ച് കനത്തിലായിരിക്കണം ഇതിനെ പരത്തേണ്ടത്. അപ്പോൾ നന്നായിട്ട് ബിസ്ക്കറ്റ് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വെണ്ണയുടെ ബട്ടറിൻ്റെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിലാണ് നമ്മൾ സ്പ്രെഡ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിനെ നമ്മൾ റോള് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ഈ ഫോയിൽ പേപ്പർ ഇതിൽ ഒന്നും ഊരരുത്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിനെ സെറ്റാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ബട്ടർ ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കണം. അതുവരെയും ഈ ഫോയിൽ പേപ്പർ ഇതിന്മേൽ തന്നെ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മളിതിനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 അറ്റവും നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ചൂടാക്കിയത് മിക്സ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ മെൽറ്റാക്കിയതിന് ഇതിൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് റെഡിയാക്കി കൊടുക്കാം. നമുക്ക് ഏത് രീതിയിലും ഡെക്കറേഷൻ ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഞാൻ ചോക്ലേറ്റിൻ്റെ വെർമിസെല്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കോഫി ക്രീം ലോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. താങ്ക്